നമസ്കാരം. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ നാണം കെടുത്തിയ സംഭവം നടന്നിട്ട് മാസങ്ങൾ കഴിയുകയാണ്. ഹൈക്കോടതി മുൻ ജഡ്ജിയുടെ വസതിയിൽ നോട്ടുകൂമ്പാരം കണ്ടെത്തിയ സംഭവത്തിൽ ജഡ്ജിയായ യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണമെന്ന സുപ്രീം കോടതിയുടെ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. നോട്ട് കത്തിപ്പ് വിവാദത്തിൽ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ വരാനിരിക്കുന്ന പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരുവാൻ പോകുകയാണ്. ഈ പ്രമേയത്തിന് പിന്തുണ നൽകുവാൻ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം ഉടൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുവാൻ മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന രൂപീകരിച്ച 3-അംഗ സമിതി ആരോപണങ്ങളിലെല്ലാം കഴമ്പുണ്ടെന്ന കണ്ടെത്തലാണ് നടത്തിയത്. ഇതിൽ അടുത്തയാഴ്ച ചേരുന്ന പാർട്ടി യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ എന്തുകൊണ്ടാണ് കണക്കിൽപ്പെടാത്ത പണം ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വിഷയത്തിൽ ഒരു FIR പോലും ഉണ്ടാകാത്തതെന്ന് നിരവധി MPമാരുടെ ഭാഗത്തു നിന്നും ചോദ്യം വന്നിരുന്നു. ഇതുകൂടാതെ നീതിന്യായ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ജഡ്ജിക്കെതിരെ മോശം പെരുമാറ്റത്തിന് പാനൽ കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നും അത് തങ്ങളുടെ പാർട്ടി നിലപാടാണെന്നും DMK അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. അവരുടെ തീരുമാനവും ഉടൻ വരുമെന്നും പറയുന്നു. തൃണമൂൽ കോൺഗ്രസ്, RJD എന്നിവരും തങ്ങളുടെ നിലപാട് ഉടൻ അറിയിക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. CPI രാജ്യസഭാ MP P സന്തോഷ് കുമാർ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ പിന്തുണ ആവശ്യപ്പെട്ട് എല്ലാ പാർട്ടികളുടെയും അധ്യക്ഷന്മാർക്ക് കത്തെഴുതിയിരുന്നു. 1968 ജഡ്ജസ് എൻക്വയറി ആക്ട് പ്രകാരം ലോക്സഭയിലെ ആകെ 100 MPമാരും രാജ്യസഭയിലെ 50 MPമാർക്കും ഒരു ജഡ്ജിയെ നീക്കം ചെയ്യുവാനുള്ള പ്രമേയത്തിൽ ഒപ്പിടാൻ അധികാരമുണ്ട്. ഈ പ്രമേയം ഒപ്പിട്ട് സ്പീക്കറിനോ ചെയർപേഴ്സണിനോ സമർപ്പിച്ച് അംഗീകാരം നേടിയ ശേഷം അത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് കൈമാറും. അദ്ദേഹം ഒരു 3-അംഗ സമിതിയെ രൂപീകരിക്കും. ഡൽഹി ഹൈക്കോടതിയിൽ ജഡ്ജിയായിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ മാർച്ചിൽ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായത്. തീയണയ്ക്കാൻ വന്നവർ ഔട്ട് ഹൗസിൽ നിന്ന് നിരവധി പാതി കത്തി നശിച്ച പണച്ചാക്കുകൾ കണ്ടെത്തിയിരുന്നു. ഇത് വിവാദമായതോടെ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി അന്വേഷണത്തിനൊടുവിൽ വർമ്മയെ കുറ്റക്കാരനാക്കുകയും ചെയ്തു. ഈ പണത്തെക്കുറിച്ച് അറിയില്ലെന്ന് ജഡ്ജി വാദിച്ചെങ്കിലും നിരവധി സാക്ഷികളുടെ മൊഴിയും വർമ്മയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. കണ്ടെത്തിയ പണം ജസ്റ്റിസ് വർമ്മയുടെയോ കുടുംബാംഗങ്ങളുടെയോ അറിവില്ലാതെ സ്റ്റോർ റൂമിൽ വയ്ക്കുവാൻ കഴിയുന്നതിനേക്കാൾ വലിയ തോതിലുള്ളതായിരുന്നു. പഴയ വിശ്വസ്തരായ ജോലിക്കാരും മറ്റ് സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളും ഗേറ്റ് ഗാർഡും പോലീസുകാരുമുള്ള വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയത് ദുരൂഹത വർദ്ധിപ്പിച്ചതായിരുന്നു. മൊഴികളുടെയും ഇലക്ട്രോണിക് തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ആരോപണങ്ങളിൽ വാസ്തവമുണ്ടായത്. മെയ് മാസം അന്വേഷണ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ ന്യായാധിപ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ തക്ക ഗുരുതരമായ തെറ്റാണ് വർമ്മ ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മെയ്യിൽ ഇംപീച്ച്മെന്റിനുള്ള ശുപാർശയും റിപ്പോർട്ടും രാഷ്ട്രപതിക്ക് കൈമാറിയിരുന്നു. രാജിവെക്കില്ല എന്ന നിലപാടാണ് യശ്വന്ത് വർമ്മയ്ക്ക് ഇപ്പോഴുള്ളത്. നിലവിൽ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയെങ്കിലും ജുഡീഷ്യൽ ജോലികളിൽ നിന്ന് വർമ്മയെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. മാർച്ച് 14 രാത്രി 11:35 തീപിടുത്തമുണ്ടായത്. മാർച്ച് 15 പുലർച്ചെ കത്തിയ നോട്ടുകൂമ്പാരം രഹസ്യമായി നീക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അഗ്നിശമന സേന, പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം 10-ൽ പരം സാക്ഷികളാണ് കത്തിയ നോട്ടുകൾ കണ്ടത്. സാക്ഷികളുടെ മൊഴിയും ഇലക്ട്രോണിക് തെളിവുകളുമാണ് അന്വേഷണത്തിൽ നിർണായകമായത്. ഉന്നത ജുഡീഷ്യറിയിലെ അംഗത്തിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉയർന്ന നിലവാരമാണെന്നും വീഴ്ച വന്നാൽ വിശ്വാസമില്ലാതാകുമെന്നും ഈ സംഭവത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച ആഭ്യന്തര സമിതി പ്രസ്താവന നൽകിയിരുന്നു. ഒരു ജഡ്ജിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ ഗുണങ്ങളും സത്യസന്ധത എന്ന ആശയത്തിൽ അധിഷ്ഠിതമാണെന്നും സമിതി ചൂണ്ടിക്കാട്ടി. പൊതുസേവകരുടെ വിശ്വാസ്യത അളക്കുവാനുള്ള മാനദണ്ഡങ്ങളെക്കാൾ കർശനമായിരിക്കണം ജഡ്ജിമാരുടെ കാര്യത്തിൽ ഉണ്ടാകേണ്ടതെന്നും 64 പേജുള്ള റിപ്പോർട്ടിൽ പറയുകയാണ്. ജുഡീഷ്യറിക്ക് തീരാ കളങ്കമുണ്ടായ ഈ സംഭവത്തെ അതിൻ്റേതായ പ്രാധാന്യത്തോടെയാണ് സർക്കാരും സുപ്രീം കോടതിയും കാണുന്നത്. പ്രത്യേകിച്ചും പല ജഡ്ജിമാരുടെയും വിധിന്യായങ്ങളെക്കുറിച്ച് ആക്ഷേപം ഉയരുന്ന സാഹചര്യവുമാണ്. ഇത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമായി ഇനി മാറാൻ പാടില്ല. നിരപരാധികളുടെ നീതിക്കുള്ള അവകാശം ഇത്തരം ന്യായാധിപന്മാരിലൂടെ നശിപ്പിക്കപ്പെടുകയാണ്. ഇംപീച്ച് ചെയ്യപ്പെടുന്നതോടെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഇത് ഒരു മാതൃകാ നടപടിയായി മാറുന്നതായിരിക്കും. കേന്ദ്ര സർക്കാരിനൊപ്പം പ്രതിപക്ഷ പാർട്ടികളും ഇതിനായി ഒരുമിക്കും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.